മികച്ച നടൻ എന്ന ചോദ്യത്തിന് മലയാളികൾക്കിടയിൽ പല അഭിപ്രായങ്ങളാണ്. എന്നാൽ ഈ ചോദ്യം ഒരിക്കൽ സംവിധായകൻ ഫാസിലിനോട് ചോദിച്ചപ്പോൾ ഒട്ടും സംശയിക്കാതെ അദ്ദേഹം പറഞ്ഞു, മമ്മൂട്ടി. ഇതിന് കൃത്യമായ കാരണവും ഫാസിലിനുണ്ടായിരുന്നു. 7-8 നമ്പറുള്ള മോഹൻലാലിന്റെ മുന്നിൽ 1-2 നമ്പറുകളുമായി മമ്മൂട്ടി പിടിച്ചു നിൽക്കുന്നില്ലേ എന്നതായിരുന്നു ആ കാരണവും മറുചോദ്യവും. 1951 കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്താണ് ഇസ്മയിൽ ഫാത്തിമ എന്നിവരുടെ മൂത്ത മകനായി മുഹമ്മദ് കുട്ടി പാണപ്പറമ്പിൽ ഇസ്മയിലായി മമ്മൂട്ടി ജനിക്കുന്നത്. അന്ന് നാട്ടിലെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് മുഹമ്മദ് കുഞ്ഞെ എന്നായിരുന്നു. പിന്നീട് കോളേജിലെത്തിയപ്പോൾ മുഹമ്മദ് കുട്ടി എന്ന പേര് പറയാൻ മടിച്ച് സുഹൃത്തുക്കളോട് തന്റെ പേര് മാറ്റി പറഞ്ഞു. ഓമർ ഷരീഫ് എന്നായിരുന്നു അന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്ന പേര്. ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമയിലെ ഹീറോയുടെ പേരായിരുന്നു ഓമർ ഷരീഫ്. എന്നാൽ ഇത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കൾ കളിയാക്കി വിളിച്ച പേരായിരുന്നു മമ്മൂട്ടി. സിനിമയിലെത്തിയപ്പോൾ ആദ്യം അദ്ദേഹത്തിനിട്ടിരുന്ന പേര് സജിൻ എന്നായിരുന്നു. പക്ഷെ ആ പേരിൽ സിനിമകൾക്ക് വിചാരിച്ച സ്വീകാര്യത കിട്ടാതിരുന്നപ്പോൾ പിന്നീട് പേര് മാറ്റി സുഹൃത്തുക്കൾ കളിയാക്കി വിളിച്ചിരുന്ന മമ്മൂട്ടി എന്ന പേരിടുകയായിരുന്നു. 1971 മമ്മൂട്ടി ആദ്യമായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ. എന്നാൽ ആ സിനിമയിൽ ഒരൊറ്റ സീനിൽ മാത്രമേ മമ്മൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതായി എത്തുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1973 കാലചക്രം എന്ന സിനിമയിൽ. പ്രേം നസീർ ആയിരുന്നു സിനിമയിലെ നായകൻ. ഒരു കടത്തുകാരനായിരുന്നു നസീർ വേഷമിട്ടത്. കാമുകിയുമായി ആ കടത്തുകാരൻ ഒളിച്ചോടിയ ശേഷം പകരം വരുന്ന കടത്തുകാരന്റെ വേഷമായിരുന്നു മമ്മൂട്ടിക്ക്. ഒട്ടും പ്രാധാന്യമില്ലാത്ത വേഷം. എന്നാൽ ഈ സിനിമയിൽ നസീർ മമ്മൂട്ടിയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇങ്ങനെയായിരുന്നു, എനിക്ക് പകരം വന്ന ആളാണല്ലേ. കാലചക്രം കറങ്ങി വന്നപ്പോൾ കാലചക്രത്തിലെ നസീർ സാറിന്റെ ആ വാക്കുകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. മലയാളത്തിലെ നിത്യഹരിത നായകന് പകരക്കാരനായി ആ കടത്തുകാരന്റെ വേഷമിട്ട ചെറുപ്പക്കാരൻ മാറി. മലയാളത്തിന്റെ മെഗാസ്റ്റാറായി മാറി. 1976 മഹാരാജാസ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷം അഭിഭാഷകനായി മഞ്ചേരി കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. ഈ സമയത്താണ് മമ്മൂട്ടി MT വാസുദേവൻ നായരെ പരിചയപ്പെടുന്നത്. 1979 തന്റെ ദേവലോകം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം MT മമ്മൂട്ടിക്ക് കൊടുത്തു. പക്ഷെ ചില പ്രതിസന്ധികൾ കാരണം സിനിമ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് 1980 MT തിരക്കഥ എഴുതിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം മമ്മൂട്ടിക്ക് കൊടുത്തു. ശ്രീനിവാസനുമായി അടുക്കുന്നത് ഈ സിനിമയിലെ ലൊക്കേഷനിൽ വെച്ചാണ്. മേള എന്ന സിനിമയിലെ മോട്ടോർ സൈക്കിൾ ജമ്പറിന്റെ വേഷം ചെയ്യാൻ സുന്ദരനായ ഒരു പുതുമുഖത്തിനെ തേടി നടന്ന KG ജോർജിന് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുന്നതും ശ്രീനിവാസനാണ്. മേളയിലെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയ ശേഷം മമ്മൂട്ടി എത്തുന്നത് 1981 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനത്തിലാണ്. ഈ സിനിമ നിർമ്മിച്ചത് ഷീലാമയായിരുന്നു. സുകുമാരൻ, സോമൻ എന്നിവരോടൊപ്പം അഭിനയിച്ച വേഷം. കരിയറിൽ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നെങ്കിലും ലൊക്കേഷനിൽ അത്ര സുഖമുള്ള അനുഭവങ്ങളായിരുന്നില്ല മമ്മൂട്ടിക്ക്. ഒപ്പം അഭിനയിച്ച സോമൻ, സുകുമാരൻ എന്നിവർ ആ സമയത്ത് തന്നെ താരപദവിയിലെത്തിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ അവർക്ക് പ്രത്യേക പരിഗണനകൾ ലഭിച്ചിരുന്നു. സിനിമയിൽ 3 പേരും കൂടെ മതിൽ ചാടുന്ന ഒരു സീനുണ്ട്. അതിൽ മറ്റു 2 പേരും ചാടുമ്പോൾ താഴെ കിടക്ക ഇട്ടുകൊടുത്തിരുന്നു. എന്നാൽ പുതുമുഖമായ മമ്മൂട്ടിയുടെ കാര്യത്തിൽ അതില്ലായിരുന്നു. സിനിമ എന്ന പാഷൻ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആ നടൻ അതൊന്നും കാര്യമാക്കാതെ മതിൽ ചാടി. താഴെ വീണു. കാലിന് സാരമായ പരിക്കേറ്റു. ഫ്രാക്ചറായ കാൽ പ്ലാസ്റ്റർ ഇടേണ്ട അവസ്ഥ വന്നു. ഇതൊക്കെ കണ്ട് സംവിധായകനോട് പൊട്ടിത്തെറിച്ച ഷീലാമയോട് PG വിശ്വംഭരൻ എന്ന സംവിധായകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇവനൊക്കെ ഇന്ന് വരും, നാളെ പോകും, നിലനിൽക്കാൻ പോകുന്നില്ല. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കഴിയുന്നതിന് മുൻപ് തന്നെ അന്ന് അവഗണന നേരിട്ട ആ നടൻ PG വിശ്വംഭരന് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നായകനായി മാറി. പലപ്പോഴും ആ നടന്റെ ഡേറ്റിന് വേണ്ടി ആ സംവിധായകൻ കാത്തിരിക്കേണ്ടി വന്നു. ഇത് സിനിമയെ സ്നേഹിച്ച ആ പയ്യൻ കുറിച്ച ചരിത്രം. ഇതേ സിനിമയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് വീണ്ടും ഒരു ദുരനുഭവം മമ്മൂട്ടിയെ തേടിയെത്തി. ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്നും ഇറക്കി വിട്ടു. മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യിപ്പിച്ചു. അന്ന് പൊട്ടിക്കരഞ്ഞ മമ്മൂട്ടിക്ക് ആശ്വാസമായത് കൊച്ചിൻ ഹനീഫയുടെ ഈ വാക്കുകളായിരുന്നു, നാളെ നിങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരും എന്നായിരുന്നു ആ വാക്കുകൾ.
വടക്കൻ വീരഗാഥയിലൂടെയും പഴശ്ശിരാജയിലൂടെയും മറ്റനവധി ചിത്രങ്ങളിലൂടെയും അഭിനയത്തിനോടൊപ്പം ശബ്ദത്തിലും കൂടി മികവ് കാണിച്ചുകൊണ്ട് ആ വാക്കുകളും മമ്മൂട്ടി സത്യമാക്കി മാറ്റി. 1981 MTയുടെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന തൃഷ്ണ എന്ന സിനിമയിലേക്ക് നായകൻ കൃഷ്ണദാസിന്റെ വേഷം ചെയ്യാൻ ഒരു നടനെ തേടി നടന്നു. ഒടുക്കം ബാബു നമ്പൂതിരിയെ വെച്ച് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. ഷൂട്ടിംഗ് ആരംഭിച്ചു. ആദ്യത്തെ കുറച്ച് ഷോട്ടുകൾ എടുത്തപ്പോൾ തന്നെ IV ശശിക്ക് ബാബു നമ്പൂതിരിയുടെ അഭിനയത്തിൽ തൃപ്തനാവാൻ സാധിച്ചില്ല. ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. നായകനിൽ അതൃപ്തനായ സംവിധായകൻ ഷൂട്ടിംഗ് നിർത്തിവെച്ച വാർത്ത അച്ചടിച്ചു വരാൻ തുടങ്ങി. ആ സമയത്താണ് നടൻ രതീഷ് IV ശശിയെ വിളിക്കുന്നതും സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ മമ്മൂട്ടി എന്ന നടനെ സജസ്റ്റ് ചെയ്യുന്നതും. ഈ കാര്യം MTയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹത്തിനും സമ്മതം. നെഗറ്റീവ് കഥാപാത്രം ചെയ്ത പടയോട്ടത്തിന്റെ സെറ്റിലായിരുന്ന മമ്മൂട്ടി ഈ കാര്യം അറിയുന്നതോടെ അതിലേറെ സന്തോഷത്തിൽ. അങ്ങനെ മമ്മൂട്ടി നായകനായ തൃഷ്ണ ഇറങ്ങി. സൂപ്പർ ഹിറ്റ് പടം. മമ്മൂട്ടി പിന്നീട് IV ശശിയുടെ സ്ഥിരം നായകനായി മാറുകയും ചെയ്തു. മമ്മൂട്ടി IV ശശി കൂട്ടുകെട്ടിൽ പിറന്ന അഹിംസയിൽ മികച്ച സഹനടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡും മമ്മൂട്ടിക്ക് ലഭിച്ചു. 1982 KG ജോർജിന്റെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ യവനികയിൽ ഭരത് ഗോപിക്കൊപ്പം ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം ചെയ്തു. പിന്നീട് സെറ്റിൽ നിന്ന് സെറ്റിലേക്കുള്ള ഓട്ടമായിരുന്നു മമ്മൂട്ടിക്ക്. ഒരു ദിവസം തന്നെ 2-3 സെറ്റുകളിലേക്ക്. 1982 സംവിധായകൻ ജോഷിയുടെ ആ രാത്രി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരു സംഭവമുണ്ട്. മറ്റൊരു സെറ്റിൽ നിന്നും ഓടിയെത്താൻ വൈകിയ മമ്മൂട്ടിയോട് ജോഷിക്ക് കുറച്ച് ദേഷ്യം തോന്നിയെങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ശേഷം അദ്ദേഹം ആക്ഷൻ പറഞ്ഞപ്പോൾ ഉറക്കം തൂങ്ങുന്ന മമ്മൂട്ടിയെ കണ്ടതോടെ സംവിധായകൻ പൊട്ടിത്തെറിച്ചു. ഈ സിനിമ ചെയ്യില്ല എന്നും പറഞ്ഞ് ലൊക്കേഷനിൽ നിന്നും ഇറങ്ങിപ്പോയ ജോഷിയെ പിന്നീട് മമ്മൂട്ടി നേരിട്ട് കണ്ട് തന്റെ അവസ്ഥ വിവരിച്ച് മാപ്പ് പറഞ്ഞ ശേഷമാണ് വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചത്. എന്നാൽ ആ രാത്രി വലിയ വിജയമായിരുന്നു. ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. പിന്നീട് തമ്പി കണ്ണന്താനം രാജാവിന്റെ മകനിൽ അഭിനയിക്കാൻ ഡേറ്റ് ചോദിച്ചു ചെന്നപ്പോൾ ആ സിനിമ മമ്മൂട്ടി നിരസിച്ചു. എന്നാൽ ആ കഥാപാത്രം ചെയ്യാൻ മോഹൻലാൽ തയ്യാറായി. രാജാവിന്റെ മകനിലെ അഭിനയത്തോടുകൂടി മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ പദവിയും ലഭിച്ചു. എന്നാൽ ഇതേ സമയം മമ്മൂട്ടിയുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു തുടങ്ങിയിരുന്നു. 1986 എന്ന വർഷം 21 കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മോഹൻലാൽ എന്ന നടൻ കരിയറിൽ മുന്നേറിയെങ്കിൽ ആ വർഷം മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളുടെ എണ്ണം 35 ആണ്. എന്നിട്ടും 1986 എന്ന വർഷം അറിയപ്പെടുന്നത് മോഹൻലാലിന്റെ പേരിലും. ഇതിന്റെ കാരണം മമ്മൂട്ടി സിനിമകളുടെ തുടർ പരാജയങ്ങളാണ്. പരാജയങ്ങളുടെ കാരണം ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തതും. ഫാമിലി മാൻ, ബിസിനസ് മാൻ തുടങ്ങിയ വേഷങ്ങളിൽ നിന്നും മാറാതെ സിനിമകൾ ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കി. സിനിമകൾ പരാജയപ്പെട്ടു. ഈ സമയത്താണ് ഡെന്നിസ് ജോസഫും ജോഷിയും ചേർന്ന് ന്യൂഡൽഹി എന്ന സിനിമയുടെ പണികൾ തുടങ്ങിയത്. ജോഷിക്ക് നായക വേഷം ചെയ്യാൻ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ന്യൂഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് മമ്മൂട്ടിയായിരുന്നു. എന്നാൽ ഈ സമയം ജോഷിയുടെ സിനിമകളും പരാജയങ്ങളായതുകൊണ്ട് നിർമ്മാതാവിനെ കിട്ടാൻ കുറേയേറെ കഷ്ടപ്പെടേണ്ടി വന്നു. ന്യൂഡൽഹി ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അന്ന് ജോഷി കയറിയിറങ്ങിയ 9 നിർമ്മാതാക്കളോളം ഈ സിനിമ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അന്ന് സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന മോഹൻലാലാണ് നായകനെങ്കിൽ സിനിമ ചെയ്യാം എന്ന് വരെ ചില നിർമ്മാതാക്കൾ പറഞ്ഞു. പക്ഷേ എന്തു പറഞ്ഞാലും ആ സിനിമയിൽ മമ്മൂട്ടിയെ മാറ്റി ചിന്തിക്കാൻ ജോഷി തയ്യാറായിരുന്നില്ല, സിനിമ ഉപേക്ഷിക്കാനും. അങ്ങനെ ഒടുവിൽ ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ന്യൂഡൽഹി നിർമ്മിക്കാൻ നിർമ്മാതാവ് ജോയ് തോമസ് സമ്മതിച്ചു. 1987 ജൂലൈ 24 ന്യൂഡൽഹി റിലീസായി. റിലീസിന്റെ അന്ന് നായകൻ മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും കാശ്മീരിലായിരുന്നു, നായർ സാബ് സിനിമയുടെ ലൊക്കേഷനിൽ. ആദ്യത്തെ ഷോ കഴിഞ്ഞതും അവർക്ക് ഫോൺ കോൾ വന്നു. സിനിമയ്ക്ക് വൻ പ്രതികരണമാണ്. സിനിമ ബോക്സ് ഓഫീസിലും ഹിറ്റടിച്ചു. ഗ്രാഫ് താണു കിടന്ന മമ്മൂട്ടിയുടെ കരിയറിൽ പെട്ടെന്നൊരു കുതിച്ചു കയറ്റമുണ്ടായി. പിന്നീട് അങ്ങോട്ട് കൂടെവിടെ, നിറക്കൂട്ട്, കാതോടു കാതോരം, മണിപത്തൂരിലെ 1000 ശിവരാത്രികൾ, മനു അങ്കിൾ, മൃഗയ, ദ്രോണ, ഒരു CBI ഡയറി കുറിപ്പ്, ഒരു വടക്കൻ വീരഗാഥ, നായർ സാബ്, കോട്ടയം കുഞ്ഞച്ചൻ, മതിലുകൾ, ഇൻസ്പെക്ടർ ബൽറാം, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അഴകിയ രാവണൻ, ഹിറ്റ്ലർ, ഒരു മറവത്തൂർ കനവ്, ഹരികൃഷ്ണൻ, ദാദാ സാഹിബ്, കാഴ്ച, രാപ്പകൽ, തുറുപ്പുകുലാൻ, പഴശ്ശിരാജ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ, കണ്ണൂർ സ്കോട്ട്, എബ്രഹാം ഓസ്ലർ തുടങ്ങി എണ്ണമറ്റ സിനിമകളാണ് മമ്മൂട്ടി എന്ന നടനിൽ നിന്നും
മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. കൊടുമൺ പോറ്റിയായി ബ്രഹ്മയുഗത്തിലൂടെ തന്റെ 72-ാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇവനൊക്കെ ഇന്ന് വരും നാളെ പോകുമെന്ന് പണ്ട് സംവിധായകർ വിധിയെഴുതിയ നടൻ. ജനഗണമന, മാളികപ്പുറം, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ സിനിമകളിൽ നറേഷൻ ശൈലിയിലൂടെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ നടൻ. ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, വിധേയൻ, പൊന്തന്മാട, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ തുടങ്ങിയ സിനിമകളിലെ അഭിനയം കൊണ്ട് ഇന്ത്യയിലെ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക.